പറയുന്നില്ല നില്ല് നീ പോകാൻ പറ്റും നില്ല് പോലീസിലോട്ട് ആരത്തോട്ട് നിങ്ങളാണ് അവിടെ എന്നെ അടിച്ചത് വണ്ടി എടുത്തു പെണ്ണുങ്ങളെ അടിച്ചിരിക്കണ്ടോ? ഡ്രൈവർ ഈ യാത്രക്കാരൻ സൈഡിൽ കൂടെ ചാടാൻ വന്നപ്പോഴത്തേക്ക് യാത്രക്കാർ സമ്മതിക്കാത്ത ഡോർ തുടങ്ങി എന്നാണ് അടിച്ചത്. ആ മാവനെ അടിക്കാനുണ്ടോ ഈ കൊച്ചുകാരെ പിടിച്ചപ്പോഴത്തേക്കാണ് ഈ പെൺകൊച്ചിനെ പിടിച്ചത്. നമ്മള് പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത്. ഇവിടെ അമ്പലത്തിൽ പോകാനാണ് വന്നത്, വെഞ്ഞാറമൂട്. അപ്പോഴ് താഴെ ബസ് സ്റ്റോപ്പ് അവിടെ നിർത്തേണ്ടതിന് പകരം ഇവിടെയാണ് നിർത്തിയത്. മണി അടിച്ച് ബെല്ലടിച്ച്. അപ്പൊ കണ്ടക്ടർ ഡ്രൈവർ നിർത്താണ്ട് ഇവിടെ കൊണ്ട് നിർത്തി. അപ്പൊ അച്ഛൻ ചോദിച്ച് എന്ത് അവിടെ നിർത്താത്തെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അങ്ങനെ ബസ്സിൽ നമ്മള് അമ്മയും ഞാനും ഇറങ്ങി. അപ്പൊ അച്ഛൻ ബാക്കിൽ നിന്നാണ് ഇറങ്ങിയത്. ബാക്കി വന്നിട്ട് തനിക്ക് വട്ടുണ്ടാ ഇവിടെ അവിടെ നിർത്തേണ്ടതിന് വഴി ഇവിടെ കൊണ്ട് നിർത്തിയത് ഡ്രൈവറിനെ ചോദിച്ചു. അപ്പൊ ഡ്രൈവർ ഒരുപാട് ദേഷ്യപ്പെട്ട് ഡോർ തുറന്ന് വന്നിട്ട് അച്ഛനെ അടിച്ചു, പിടിച്ച് തള്ളിയിട്ട് അച്ഛനെ അടിച്ചു. അപ്പൊ ഞാൻ അച്ഛനെ അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പോയി പിടിച്ചു മാറ്റാൻ വേണ്ടി നിന്നപ്പോ എന്നെയും പിടിച്ച് തള്ളി. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ പത്തനംതിട്ട ബസ് കയറി വെഞ്ഞാറമൂട് ജംഗ്ഷൻ വെഞ്ഞാറമൂട് ഇറങ്ങാൻ വേണ്ടി അമ്പലത്തിൽ പോകാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ വെഞ്ഞാറമൂട് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയപ്പോൾ കണ്ടക്ടർ ബെല്ലടിച്ചതും ഡ്രൈവർ വണ്ടി നിർത്തിയില്ല. വണ്ടി നിർത്താതെ വന്നപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും അടിച്ചപ്പോൾ സ്കൂളിൽ കഴിഞ്ഞ് വെഞ്ഞാറമൂട് സ്കൂളിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഞാൻ കേട്ട് നിങ്ങൾ ഇവിടെ കൊണ്ട് എത്തിയിട്ട് അവിടെ തന്നെ ബെല്ലടിച്ചു. ഞങ്ങൾക്ക് കറക്റ്റ് സ്റ്റോപ്പൊന്നും അറിയത്തില്ല. കാരണം ഞങ്ങൾ തിരുവനന്തപുരത്താണെങ്കിലും വെഞ്ഞാറമൂട് എവിടെയാണ് സ്റ്റോപ്പ് ഞങ്ങൾക്ക് പോകേണ്ടത് അമ്പലത്തിലാണ്. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവിടെ നിന്ന് കേട്ട് കുറേ കൂടി ഞാൻ മുകളിലോട്ട് കൊണ്ടുവെച്ചപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തു. എന്തുകൊണ്ട് മുകളിലോട്ട് നിർത്തിയെന്ന് ഇത്രയും ചോദ്യം ചെയ്തേ ഉള്ളൂ. ഡ്രൈവർ ബസ് നിർത്തി ഓഫ് ചെയ്തിട്ട് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിൽ വെച്ച് ഇറങ്ങി ഡോർ തുറന്ന് നിന്ന് എൻ്റെ കവാറ്റിൽ അടിക്കുകയും പിടിച്ച് തള്ളുകയും ചെയ്തതാണ്. അങ്ങനെ എൻ്റെ ഭാഗത്ത് ഞാൻ ഇത്രയും ചെയ്തേ ഉള്ളൂ. എന്തിനും വണ്ടി അവിടെ നിർത്തി കൊണ്ടുവന്ന് ഇത്രയും ചോദ്യം ചെയ്തുള്ളൂ. ഇതിനാണ് ഡ്രൈവർ എന്നിട്ട് അപ്പോൾ മോളും കൂടി ചോദിച്ചാൽ മോളെയും പിടിച്ച് തള്ളുകയും ചെയ്തു. അടിക്കാൻ വേണ്ടി ചേർത്ത് അടിക്കാൻ വേണ്ടി പോയത് ഞാൻ പിടിച്ച് ഇങ്ങനെ കൈ വെച്ച് എന്നെ പിടിച്ചങ്ങ് തള്ളിയിട്ട് ഞാൻ അപ്പോഴേക്കും അച്ഛനെ അടിച്ചു. അപ്പോഴേക്കും